കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് 119 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 119 സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ദൈവത്തിന് സ്തോത്രം. 119 സങ്കീർത്തനത്തിന്റെ 9 മുതൽ 16 വരെയുള്ള ആ 8 വാക്യങ്ങളിൽ നിന്ന് 3 വാക്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനത്തോടുള്ള ബന്ധത്തിലെ നമ്മുടെ മനോഭാവം, ദൈവവചനത്തോടുള്ള ബന്ധത്തിലെ നമ്മുടെ സമീപനം എങ്ങനെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9 വാക്യം ആദ്യമായി വായിക്കും. അവിടെ വായിച്ചത് എങ്ങനെയാണ്? വചനത്തോടുള്ള ബന്ധത്തിൽ വചനപ്രകാരം സൂക്ഷിക്കുക. ആരെ സൂക്ഷിക്കണം എന്നുള്ളത് അവിടെ പ്രഥമദൃഷ്ടിയാ കാണാൻ കഴിയുന്നത് ബാലനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതവിടെ പറയുന്നത്. ബാലൻ എന്നുള്ളതായ പദം വേദപുസ്തക ഭാഷയിൽ പല ചിന്തകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എങ്കിലും ദൈവമക്കൾ എന്നുള്ളതായ ആ ഒരു വാക്ക് ആ സ്ഥാനത്ത് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുക. ദൈവവചനത്തിൽ ബാലൻ എന്ന് പറയുന്നതായ വ്യക്തി അറിവിന്റെ ആ ആദ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. തികഞ്ഞ ഒരു വ്യക്തി അല്ല ഒരിക്കലും ബാലൻ. പഠിച്ചു തുടങ്ങുന്ന, വളർന്നു തുടങ്ങുന്ന ലോകപരിചയം, അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ളതിനെ കുറിച്ചൊക്കെ കേട്ടറിവും തൊട്ടറിവും അങ്ങനെയുള്ളതായ അറിവുകളുടെ ലോകത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലൻ. അങ്ങനെയെങ്കിൽ ആത്മീക ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമ്മെ സംബോധന ചെയ്യുന്നത് മക്കളെന്ന, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ ദൈവത്തിന്റെ മുൻപാകെ നാം എല്ലാവരും മക്കളാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അത് നമ്മോടുള്ള ഒരു പ്രബോധനമായി ഞാൻ ഓർപ്പിച്ചുകൊണ്ട് അല്ലെ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവവചനത്തോടുള്ള നമ്മുടെ ഒന്നാമത്തെ മനോഭാവം ആ വചനം വായിച്ച് വചനം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ വചനപ്രകാരം നമ്മളെ സൂക്ഷിക്കണം. വചനം നമ്മെ സൂക്ഷിക്കുകയില്ല, വചനപ്രകാരം നാം നമ്മെ സൂക്ഷിക്കണം. നമ്മളെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നു. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം എന്നൊക്കെ ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് ഒത്തിരി പുകഴ്ചകൾ ലഭിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. വചനത്തിന്റെ ആ അനുഭവങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരുപാട് വർണ്ണനകൾ നമുക്ക് ഈ 119 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നു. ഒന്നാമത് നമ്മൾ ജീവിതത്തിൽ ഓർക്കേണ്ടതായ ഒരു സത്യം, വചനപ്രകാരം നമ്മളെ നാം സൂക്ഷിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയപ്രദമായി തീരണമെങ്കിൽ, അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. യാതൊരു നീതികേടും നമ്മെ ഭരിക്കാതിരിക്കണമെങ്കിൽ, യാതൊരു നീതികേടിലേക്ക് നമ്മൾ കൈ നീട്ടാതിരിക്കണമെങ്കിൽ, ദൈവഹിതമില്ലാത്ത ഒരു വഴിയിൽ നമ്മൾ പോകാതിരിക്കണമെങ്കിൽ വചനപ്രകാരം നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാനായി സമർപ്പിച്ചവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വേറെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ജീവിതം നയിച്ച ഒരുപാട് ആളുകളെ നമുക്ക് ശ്രദ്ധിക്കുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അവർ വചനം കാത്തു സൂക്ഷിച്ചു. ഒരു ദൈവഭയം അവരുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് മാത്രം ക്രിസ്തീയ ജീവിതം ധന്യമാകണമെന്നില്ല. വചനമകത്തുള്ളപ്പോൾ ആ വചനം അതിന്റെ സമയങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തും. ആ വചനം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കടന്നു വന്ന് ആ വചനം ഒരു വ്യക്തി അടുത്തു നിന്ന് സംസാരിക്കുന്നത് പോലെ നമ്മോട് സംസാരിക്കാനിടയാകും. വചനത്തിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വചനത്തിനൊരു വ്യക്തിത്വമുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇന്നലകളിൽ വായിച്ച എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്ന വേളകളിലൊന്നും ഒരു വ്യക്തി സംസാരിക്കുന്ന പോലുള്ള ഒരു അനുഭൂതി നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ കഷ്ടതയിൽ വേദപുസ്തകം ഒന്ന് വായിക്കുന്ന അവസരത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു അനുഭവമാണ്. ഒരു വ്യക്തിയാണ് കാതിൽ മന്ത്രിക്കുന്നത് പോലുള്ള ഒരു തോന്നലെന്നല്ല, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ആ ഭയപ്പെടേണ്ട എന്നുള്ളൊരു വചനം നമ്മുടെ ആകുലതയുടെ വേളകളിൽ, ആ വേദനയുടെ നടുവിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആയിത്തീരുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ
ഞാൻ പറഞ്ഞു വന്നത്, ദൈവവചനത്തിന് ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് വ്യക്തികളോട് ഇടപെടുന്നതാണ്, വ്യക്തികളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവ് സംഭാഷിക്കുമ്പോൾ മാത്രമല്ല, ദൈവത്തിൻ്റെതായ ദൈവത്തോളം ശക്തി ദൈവവചനത്തിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വചനം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, വ്യക്തികൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നതാണ്, വ്യക്തികൾക്ക് വ്യതിയാനങ്ങൾ വരുത്തുന്നത്, നരഭോജികളെ വരെ നരസ്നേഹികളാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനംതോറും ഭക്ഷിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് പ്രകാരം സൂക്ഷിപ്പാനായിട്ട് കഴിയും. വിശ്വാസത്തിലേക്ക് വന്ന് ദൈവവചനം വായിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിലൊക്കെ ദൈവവചനം വായിച്ച്, ഒരുപക്ഷെ കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് ദൈവവചനം വായിക്കാൻ സ്വയമായി കഴിയാതിരിക്കുന്ന വേളകളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടും ഭവനത്തിലുള്ളവരെ കൊണ്ടും ദൈവവചനം വായിച്ച് കേൾക്കുന്നവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു മേഖലകളിലും സാധ്യത മങ്ങി തുടങ്ങുമ്പോൾ ഇന്ന് ലഭ്യമാകുന്ന മറ്റൊരു മീഡിയയാണ് ഓഡിയോ ബൈബിൾ. ആ ഓഡിയോ ബൈബിൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ്, ഓരോ അധ്യായങ്ങളുടെ പേര് പറഞ്ഞ് വളരെ സാവധാനമായി ദൈവവചനം കേൾക്കും. ഒരുപക്ഷെ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിന്തിക്കാം, എനിക്കാകുന്ന കാലങ്ങളിൽ, എനിക്ക് വായിക്കാൻ പറ്റുന്ന കാലങ്ങളിൽ ഞാൻ ദൈവവചനം വായിച്ചിട്ടുണ്ട്, അത് മതി എന്നൊരു ചിന്തയല്ല. അവരുടെ ജീവിതത്തിൽ പിന്നെയും അവർക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർക്ക് കേൾക്കണമെന്നുള്ളതായ ഒരു വലിയ ചിന്ത അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. പിന്നെയും പിന്നെയും കേൾക്കണം, പിന്നെയും അറിയണം, പിന്നെയും മനസ്സിലാക്കണമെന്നൊരു ചിന്ത. ഒരിക്കൽ വായിച്ചിട്ടുള്ളതായ ഒരു പുസ്തകം ഒരുപക്ഷെ അത് പല ആവർത്തി വീണ്ടും വായിക്കാൻ നമ്മളെ ചിലപ്പോൾ പ്രേരിപ്പിച്ചെന്ന് വരികയില്ല. അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ അപൂർവം ചില പുസ്തകങ്ങളോ ചില ഭാഗങ്ങളോ മാത്രമേ വീണ്ടും വായിക്കുവാനായിട്ട് നമ്മൾ പ്രേരിതമാകുകയുള്ളൂ. എന്നാൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ടി ജോസഫ് എന്ന് പറയുന്ന ആ ദൈവദാസൻ തന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി. അദ്ദേഹം ഏതാണ്ട് 64 വർഷക്കാലം ബൈബിൾ സ്കൂളിൽ അധ്യാപകനായിട്ടിരുന്നു. ഒരു വർഷം ഒരു പ്രാവശ്യം എന്നുള്ള നിലയിൽ 64 പ്രാവശ്യം ദൈവവചനം വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുൻ ഓവർസിയറായിരുന്നതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ജെ ജെയിംസ് അവറുകൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിലേക്ക് വന്ന ആ ദിവസം മുതൽ അദ്ദേഹം ഓരോ പ്രാവശ്യം വെച്ച് ഓരോ വർഷം വായിക്കാൻ തുടങ്ങി. അങ്ങനെ തന്റെ വിശ്വാസത്തിന്റെ ഏതാണ്ട് കഴിഞ്ഞ ഒരു 30, 35, 40 വർഷത്തോളം അദ്ദേഹം 40 തവണ ബൈബിള് വായിക്കാനിടയായിട്ടുണ്ട്. പ്രിയ വിശ്വാസികളെ, പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷങ്ങളായി? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷമെങ്കിലും ആയിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും ക്രമീകൃതമായ നിലയിൽ ബൈബിള് വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ ഒന്ന് കരമുയർത്താമോ? ഒരു പ്രാവശ്യമെങ്കിലും 20 വർഷത്തിന് മുകളിലുള്ളവർ. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഒരുപക്ഷെ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു കാണും. നമുക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ 84 സങ്കീർത്തനം വായിച്ചു. പിന്നീട് ഒരു അവസരത്തിൽ നമുക്കൊരു താല്പര്യം തോന്നിയപ്പോൾ എസ്തേറിന്റെ പുസ്തകം മൊത്തം വായിച്ചു തീർത്തു. പിന്നീട് ഒരു അവസരത്തിൽ ഒരു ഗവേഷണ ചിന്താഗതിയോടുകൂടി എബ്രായ ലേഖനം, പഴയ നിയമത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അങ്ങനെ വായിച്ചു തീർത്തു. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തുടർമാനമായി കണ്ടിന്യൂസ് ആയിട്ട് വേദപുസ്തകം വായിച്ചു എന്നൊരവസ്ഥ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആ ഒരു അനുഭവം നമ്മൾ നേടിയെടുക്കണം. നമുക്ക് എത്ര നാൾ ഇനി ഈ കണ്ണിന് കാഴ്ച ഉണ്ടാകുമെന്ന് പറയാനൊക്കത്തില്ല. നമ്മുടേതായ കേൾവി എത്ര നാൾ ഉണ്ടാകുമെന്ന് പറയാനൊക്കത്തില്ല. കാഴ്ചയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കാം. പക്ഷെ കേൾവി നഷ്ടപ്പെട്ടാലോ? എന്നാൽ ഇന്ന് കാഴ്ചയുണ്ട്, ഇന്ന് കേൾവിയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമ്പോൾ ആ ദൈവവചനം ഒന്ന് കരങ്ങളിലേന്തി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വായിക്കാൻ നമുക്കറിയാം. എന്നിട്ടും നമ്മളത് വായിക്കാതെ ആ നിലയിൽ വിസ്മരിച്ചു പോയാൽ ദൈവസന്നിധിയിൽ തെറ്റല്ലേ നമുക്ക് കാണിക്കുന്നത്? ദൈവത്തോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയല്ലേ നമ്മൾ ദൈവസന്നിധി കാണിക്കുന്നത്? ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു നല്ല തുടക്കം നമുക്ക് അതിനു വേണ്ടി കുറിക്കാം. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേറെ പുസ്തകം വായിച്ചു തുടങ്ങാൻ. ഒരുപക്ഷെ പല ആളുകളും വായിച്ച് നല്ല ബിഗിനിങ് ഉള്ള ആളുകളുണ്ട്, വളരെ ആത്മാർത്ഥതയോടെ വായിച്ചു തുടങ്ങുന്നവരുണ്ട്. ചില കാലങ്ങളൊക്കെ കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത്, ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് കുറെ പേരുകളും അതൊക്കെ വരുമ്പോൾ പിന്നെ അതങ്ങ് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അവിടെ കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ആകും.
ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് വിട്ടിട്ട് വേറെ പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വേറെ പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതും വായിച്ച് പറ്റുകയുള്ളൂ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതെല്ലാം അതിലെ വള്ളിയും പുള്ളിയും മുഴുവനും എഴുതിയിരിക്കുന്നത് മുഴുവൻ നമ്മൾ വായിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാടിന്റെ അവസാനം വരെയുള്ള ആ വാക്യങ്ങൾ വരെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ദൈവവചനം വായിക്കുക മാത്രമല്ല, അതിൻ പ്രകാരം സൂക്ഷിക്കണം. ഒരു പ്രാവശ്യം വായിച്ചു, 10 പ്രാവശ്യം വായിച്ചു, നമുക്ക് അതിൻ പ്രകാരം സൂക്ഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ വായിച്ചത് കൊണ്ടോ അറിവ് സിദ്ധിച്ചത് കൊണ്ടോ അതുകൊണ്ട് ഫലമില്ല. ദൈവത്തിന് സ്തോത്രം. വായിക്കുവാനും അതിന് പ്രകാരം സൂക്ഷിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ സൂക്ഷിക്കണം. അവന്റെ വചനത്താൽ നമ്മൾ സൂക്ഷിക്കപ്പെടാനായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കണം. പഴയ നിയമ ഭക്തന്മാർ പലരുടെയും ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ അവരൊക്കെ ദൈവവചനം പഠിച്ചവർ മാത്രമല്ല, അത് ഗ്രഹിച്ചവർ മാത്രമല്ല, അറിയാവുന്ന ദൈവവചനത്തിനനുസരിച്ച് അവർ ആ വചനം സൂക്ഷിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചിന്തയാണ്. ആ ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കാനുള്ള കാരണം ദൈവവചനത്തോടൊരു വലിയ ഭക്തി തനിക്കുണ്ടായിരുന്നു. ആ ദൈവവചനത്തെ താൻ മുറുകെ പിടിച്ചത് കൊണ്ട് ആ വചനത്തിന്റെ പ്രമാണങ്ങളിൽ എങ്ങനെയാ എഴുതപ്പെട്ടിരുന്നു എന്നുള്ളത് തനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് തന്നെ സൂക്ഷിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ലോകത്തിലുള്ള പല കാര്യങ്ങളോടും നമുക്ക് താതാത്മ്യപ്പെടാൻ കഴിയാതിരിക്കുന്നത്, പലതിനോട് യോജിപ്പാൻ കഴിയാതിരിക്കുന്നത്, പലതിനോടും ഇഴുകിച്ചേരുവാൻ കഴിയാതിരിക്കുന്നതിന് കാരണം ഒരു പ്രമാണമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രമാണമില്ലെങ്കിൽ, പ്രമാണം അറിയത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിപ്പാൻ കഴിയും. ഇന്ന് ലോകത്തിലെ ജാതികളായിരിക്കുന്ന ലോകമനുഷ്യരായിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ഓർമ്മകളും അതുപോലുള്ളതായ പെരുന്നാളുകളും അതുപോലുള്ള പ്രത്യേക ദിവസങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ രക്ഷിക്കപ്പെട്ട് ദൈവപൂർവ്വം പ്രാപിച്ച ദൈവമക്കൾ ആ കർമാനുഷ്ഠാനങ്ങളോടൊന്നും പങ്കുചേരുവോ അതിനോട് താതാത്മ്യപ്പെടുവോ ചെയ്യാനായിട്ട് പാടില്ല. ദൈവത്തിന് സ്തോത്രം. യാതൊരു തരത്തിലും നമുക്ക് അതിനോട് പങ്കുചേരാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മരിച്ചവർക്ക് ഉള്ളതായ പ്രാർത്ഥന, അല്ലെങ്കിൽ മരിച്ചവരെ ഓർക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളതായ ചടങ്ങുകൾ നടത്തുന്ന മറ്റുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ നമുക്ക് പങ്കുചേരാൻ പാടില്ല. ഇങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ എന്തുകൊണ്ട് ചേരുന്നില്ല എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പറയാനുണ്ട് ഞങ്ങളുടെ പ്രമാണം അത് അനുവദിക്കുന്നില്ല. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണം അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന്റെ മുമ്പിൽ നമസ്കരിക്കാത്തത്. ഒരുപക്ഷെ ഇന്നലെ വരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം ആയിരുന്നതായ പാരമ്പര്യ ആരാധനയിൽ ഒരുപക്ഷെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്ന, അതിനോട് പ്രാർത്ഥിക്കുന്ന, അതിനെ വണങ്ങുന്ന, അതിനെ ചുമക്കുന്ന അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇന്നിന്റെ അനുഭവത്തിൽ നാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, എന്റെ കയ്യിലിരിക്കുന്നതായ ജീവന്റെ വചനത്തിന്റെ പ്രമാണം അത് അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, വചനപ്രകാരം സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ മുതൽ ഏറ്റവും ഗൗരവമായിരിക്കുന്ന കാര്യങ്ങൾ വരെയുമുള്ള ആ പ്രമാണങ്ങൾ നമ്മൾ വായിക്കുക മാത്രമല്ല, അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ പണിയാനായിട്ടിടയാകണം. ആഗോളം അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കൊണ്ടത് പറ്റുകയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞൊടിയരുത്, എന്നും അതങ്ങനെ ആയിരിക്കണമെന്നില്ല. അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം നമ്മൾ നോക്കി പരാജയപ്പെട്ടു, 2 പ്രാവശ്യം നോക്കി പരാജയപ്പെട്ടു, അതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയും പ്രാർത്ഥിക്കണം, പിന്നെയും പരിശ്രമിക്കണം. അവിടെയാണ് നമുക്ക് വിജയം പ്രാപിപ്പാൻ കഴിയുന്നത്. ചില ആളുകളൊക്കെ ചില ടെസ്റ്റ് എഴുതുന്ന അവസരത്തിൽ അവർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം എഴുതി തോറ്റു, ഇനിയും കിട്ടത്തില്ലെന്നൊരു ചിന്തയല്ല. വീണ്ടും അവർ ഒത്തിരി അധ്വാനിക്കും, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും, വീണ്ടും അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് വീണ്ടും എഴുതും. ചിലപ്പോൾ ഫലം കണ്ടെന്നിരിക്കുക, ചിലപ്പോൾ ഫലം കണ്ടില്ലെന്നിരിക്കുക. വീണ്ടും അവർ പിന്മാറുന്നില്ല, വീണ്ടും അവർ അതിനുവേണ്ടി ഒരുങ്ങി കഴിയുമ്പോൾ ഒരു നാളുകളിൽ അവർക്ക് ആ വിജയം പ്രാപിപ്പാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ജയിപ്പാൻ കഴിയാത്ത ചില മേഖലകൾ കണ്ടെന്നിരിക്കുക. എനിക്ക് പറ്റുകയില്ല, എനിക്ക് ആ ഒരു വിഷയത്തിൽ ജയിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നിപ്പിക്കുന്ന പല സംഭവങ്ങളും കണ്ടെന്നിരിക്കുക. എന്നാൽ ഒരു പ്രാവശ്യം പരിശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിലും പിന്മാറരുത്, പ്രാർത്ഥിച്ച് വീണ്ടും പരിശ്രമിക്കണം. വീണ്ടും വിജയിക്കാനുള്ള ആഗ്രഹത്തോടെ സർവശക്തനോട് നിലവിളിക്കുകയും അതിനോട് കൃപയ്ക്കായി യാചിക്കുകയും ചെയ്ത് വീണ്ടും അതിനുവേണ്ടി ഒരുങ്ങിയാൽ കർത്താവ് നമ്മെ സഹായിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് വചനപ്രകാരം നാം നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വചനം വായിക്കുക മാത്രമല്ല, വചനപ്രകാരം നമ്മൾ സൂക്ഷിക്കുക. രണ്ടാമത്
രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വീണ്ടും വരട്ടെ. അതിന്റെ 11-ാം വാക്യം. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, വചനപ്രകാരം ജീവിതത്തെ സൂക്ഷിക്കുക. രണ്ടാമത്, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, സ്റ്റോക്ക് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം ഇന്ന് പ്രയോജനമാകണമെന്നില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഞാനത് വായിച്ചു, പക്ഷെ എനിക്കതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഇന്ന് തോന്നുന്നില്ല എന്നിരിക്കട്ടെ. ആ വചനമാ, ഞാനത് വായിച്ചു, എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു. ഇന്നത്തെ അവസ്ഥ എങ്ങോട്ടോ മാറി, നാളെ വേറൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോയി. ഒരുപക്ഷെ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് ആ വചനത്തിന്റെ പ്രസക്തി എന്റെ ജീവിതത്തിൽ എത്രത്തോളം നിറവേറുന്നു എനിക്ക് പറയാനായി കഴിയുകയില്ല. എന്നാൽ നാളെയുടെ അനുഭവത്തിൽ, ജീവിതത്തിന്റെ ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റയായി ഒരു സ്ഥാനത്ത് ആയിരിക്കുന്ന വേളകളിലാണ് ഈ വചനം എന്റെ ജീവിതത്തിൽ നിറവേറുന്നത്. ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്താനിടയാകും. ആ വചനം നമ്മോട് സംസാരിക്കാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ, നിരവധിയായിട്ടുള്ളതായ അടയാളങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ വായിക്കുന്ന ആ വർത്തമാനകാല ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് എന്ത് നേട്ടമെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ വചനം നമുക്ക് ഉപകാരപ്രദമായി വരുന്നൊരു സമയമുണ്ട്, ഉപകാരപ്രദമായി തീരുന്നതായ ഒരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏലിശായുടെ കാലത്ത് ഏലിശയും ഗേഹസിയും കൂടെ ആ ശൂനേമിലെ ആ ഭവനത്തിലേക്ക് താമസത്തിന് ചില അവസരങ്ങളിലൊക്കെ അതുവഴി പോകുമ്പോൾ അവിടെ കയറുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പഴയ നിമിത്തമുള്ള നമുക്കറിയാം. എന്തെങ്കിലും നിനക്ക് വേണ്ടി പറയണമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ സ്വജനത്തിന്റെ നടുവില്, ഇന്നെനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് ജീവിതത്തിന്റെ ഏകാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നൽ എന്നെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അലട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് നിന്നെ വേട്ടയാടുന്നൊരു സമയമുണ്ട്, അല്ല നിന്നെ ഭാരപ്പെടുത്തുന്നൊരു സമയമുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി കരുതുവാൻ നിനക്ക് കഴിയുന്നില്ല. എന്നാൽ നാളെയുടെ അനുഭവത്തിൽ എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ആ വചനം ഉപകാരപ്രദമായി മാറുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്യാൻ, അത് ഗ്രഹിക്കാൻ, അത് സംഗ്രഹിക്കാൻ, അത് ജീവിതത്തിൽ ആവോളം അത് സംഭരിച്ചു വെക്കാൻ ഒരവസരം കിട്ടുമ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം. മരുഭൂമിയിലെ ഒരു വാഹന മൃഗമാണല്ലോ ഒട്ടകം. ഒരുപക്ഷെ കിലോമീറ്ററുകൾ, ദിവസങ്ങളോളം അതിങ്ങനെ യാത്ര ചെയ്യും. ഒരിടത്തു നിന്ന് യാത്ര ആരംഭിച്ചാൽ ഒരുപാട് കിലോമീറ്ററുകളോ ഒരുപാട് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം മാത്രമേ നീരുറവയുള്ളതായ ഒരു സ്ഥലത്തെത്തി അതിന്റെ ദാഹം തീർക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഏത് മൃഗങ്ങളാണെങ്കിലും ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ആ മരുഭൂമിയുടേതായ ചൂടേൽക്കുമ്പോൾ ഏത് മൃഗവും തളർന്നു വീഴാൻ, തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മരുഭൂമിയിലെ ഒരു വാഹനം എന്നുള്ള നിലയിൽ ഈ ഒട്ടകത്തെ വിശേഷിപ്പിക്കാൻ ഒരു കാരണം, അത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നതിന്റെ ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ ആ ശരീരത്തിൽ വെള്ളം എത്രയും സ്റ്റോക്ക് ചെയ്യാമോ, ഭക്ഷണത്തിന്റെയൊക്കെ പല മടങ്ങ് അത് വെള്ളം സ്റ്റോക്ക് ചെയ്യും. ഇനി എത്ര ദിവസങ്ങളോ കിലോമീറ്ററുകളോ കഴിഞ്ഞാൽ വെള്ളം ലഭിക്കേണ്ടി വന്നാലും ദാഹം കൊണ്ട് അതിന്റെ തൊണ്ട വരളുകയില്ല. അല്ലെങ്കിൽ വെള്ളത്തിന്റെ ജലാംശത്തിന്റെ ആ ഒരു കുറവ് കൊണ്ട് അതിൻ്റെതായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമുണ്ടാകുകയില്ല. എന്നതുപോലെ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് സ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാളെയുടെ അനുഭവങ്ങളിൽ അത് നമുക്ക് ഉപകാരപ്രദമായി തീരും. അത് നാളെ നമുക്ക് അതൊരു ആശ്വാസമായി തീരും. ആ വചനം നമ്മെ ധൈര്യപ്പെടുത്തും, ആ വചനം നമ്മെ ആശ്വസിപ്പിക്കും. ആ വചനത്തിലൂടെ നമുക്കൊരാശ്വാസം കണ്ടെത്തുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അവിടെയും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവവചനം സംഗ്രഹിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ അത് ആവോളം കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവവചനം വായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, അല്പസമയമേ കിട്ടിയുള്ളെങ്കിലും ദൈവവചനം വായിക്കണം. നമ്മൾ മറ്റൊരു ആടുകൂടെ യാത്ര ചെയ്യുമ്പോഴാകുന്ന സമയത്താണെങ്കിലും ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ ഒരു പരീക്ഷ ഭക്തിയോടെ എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന അളവിലായിരിക്കരുത്. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തോടും ദൈവവചനത്തോടും ഒരു വലിയ ഭക്തിയും ഒരു വലിയ ബഹുമാനവും നമുക്ക് ഉണ്ടായിരിക്കണം.
നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്ന, ഏറ്റവും പരമോന്നതമായി ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ദൈവമാണ്. ഏറ്റവും കൂടുതൽ വായിച്ച് ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഇതിൽ പരം മഹത് ഗ്രന്ഥം വേദപുസ്തകമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ സംഗ്രഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകും. ആ വായിച്ച 11-ാമത്തെ വാക്യം ഇതാണ്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ. അപ്പൊ വചനം ഉള്ളിലുണ്ടെങ്കിൽ പാപം ചെയ്യാൻ ഇടവരികയില്ല. അതിന്റെ ചിന്ത വരുമ്പോഴേ, അതിന്റെ തോന്നലുകൾ വരുമ്പോഴേ, ആ ഒരു വിചാരം നമ്മുടെ ഉള്ളത്തിൽ തലവെക്കുമ്പോഴേ ആ വചനം നമ്മളെ അനുശാസിക്കും, അല്ലെങ്കിൽ ആ വചനം നമ്മെ ശാസിക്കും, ആ വചനം നമുക്ക് തർജ്ജനം ചെയ്യും. അരുത് എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആ വചനം സംഗ്രഹിപ്പാനുള്ള ഒരു കൃപ ദൈവസന്നിധിയിൽ നമുക്ക് നേടാം. ഒന്നാമത്, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. രണ്ടാമത്, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മൂന്നാമത്, അവസാനമായി അതിന്റെ 16-ാമത്തെ വാക്യം: നിന്റെ വചനത്തെ മറക്കുകയില്ല. വചനപ്രകാരം സൂക്ഷിക്കുന്ന അനുഭവം, വചനത്തെ സംഗ്രഹിക്കുന്ന അനുഭവം. മൂന്നാമത് പറയുന്നു, നിന്റെ വചനത്തെ ഞാൻ എന്ത് ചെയ്യത്തില്ല, മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്ത് മറന്നാലും വേദപുസ്തകത്തിൽ മറക്കരുത് എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഞാനത് ഓർപ്പിച്ചതാണ്. ഹല്ലേലൂയ. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നടത്തിയ വിധങ്ങളെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മുടെ ദൈവമായ യഹോവയെ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് അവന്റെ വചനത്തെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാനിടയായത്. ആ വചനത്തിലൂടെയാണ് ദൈവമൊരുക്കിയ രക്ഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനിടയായത്. ദൈവത്തെക്കുറിച്ചും സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ചും ഒരു ദൈവപൈതലിന്റെ ആത്മീക ജീവിതത്തെക്കുറിച്ചും നാം അറിഞ്ഞത് ഈ വചനത്തിലെ ആ രൂപരേഖയിലൂടെയാണ്. ആ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ സത്യത്തിലൂടെയാണ് നമുക്ക് ദൈവിക കാര്യങ്ങൾ കൂടുതൽ അടുത്തറിയാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് ദൈവവചനം ഒരിക്കലും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നമ്മൾ കേട്ട വചനങ്ങൾ, ഹല്ലേലൂയ, ഒരുപക്ഷെ പ്രസംഗിച്ച് കേട്ട, വായിച്ചു കേട്ടതായ ദൈവവചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ള പല പ്രിയപ്പെട്ടവരും പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഓർമ്മകളില്ലാതിരിക്കുന്ന അവസരങ്ങളിൽ വചനത്തിന്റെ ചിലതായ ഭാഗങ്ങളൊക്കെ അവരുദ്ധരിച്ചിട്ട് അവർ പറയും, ഇങ്ങനെ ഒരു വചനം ഞാൻ എന്റെ ചെറുപ്പത്തിൽ വായിച്ചത് ഓർക്കുന്നു, പണ്ട് ഞാൻ വായിച്ചത് ഓർക്കുന്നു. ഒരുപക്ഷെ ഏത് പുസ്തകത്തിലാണെന്ന് അറിയത്തില്ല, അത് ഏത് അധ്യായത്തിലാണെന്ന് അറിയത്തില്ല. അതിന്റെ ചില ഭാഗങ്ങൾ അവരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഓർമ്മകൾ അധികമില്ലെങ്കിലും ആ വചനം ഹൃദയത്തിൽ ശേഖരിച്ചത്, സംഗ്രഹിച്ചത് അതിന്നും മറന്നുപോകാതെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ ശലോമോൻ പറയുന്നു, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറരുത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരിക്കൽ പോലും വചനത്തെ മറക്കരുത്. ആരെല്ലാം മറന്നാലും, മനുഷ്യൻ ചെയ്തത് എന്തെല്ലാം മറന്നാലും ദൈവത്തെ മറക്കരുത്, അവന്റെ ഉപകാരങ്ങളെ മറക്കരുത്, അവന്റെ വചനങ്ങളെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം മറക്കരുതെന്ന് പറയാൻ കാരണം, ഈ വചനം വെച്ചാ നമ്മളെ ന്യായം വിധിക്കുന്നത്. അയ്യോ, ഞാൻ മറന്നുപോയി എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം ന്യായവിധി സമയത്ത് തുറക്കുന്ന പുസ്തകങ്ങൾ 3 നമുക്കറിയാം. 1 സ്മരണയുടെ പുസ്തകം അഥവാ ഓർമ്മയുടെ പുസ്തകം. 2 എല്ലാവരുടെയും പേരെഴുതുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ദൈവപൈതന്റെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകം. 3 ദൈവത്തിന്റെ ന്യായപ്രമാണം അഥവാ യഹോവയുടെ വചനം. ഈ 3 പുസ്തകങ്ങൾ വെച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ മറക്കരുത്. കർത്താവേ, പ്രമാണത്തിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഓർത്തില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ മറന്നുപോയി എന്ന് പറയാതിരിക്കാൻ ഓർമ്മയുള്ള കാലത്തോളം, ഹല്ലേലൂയ, ഓർമ്മ നിൽക്കുന്നിടത്തോളം കാലം ആ വചനം നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും അത് സൂക്ഷിക്കുകയും അത് മറക്കാതെ അത് ഉരുവിടുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം മറക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഒരു കാര്യം പഠിച്ചു, അത് മറന്നോ ഇല്ലയോ എന്നറിയുന്നത് വീണ്ടും പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. വീണ്ടും പറയാൻ ശ്രമിക്കും. ഇപ്പൊ പുസ്തകക്രമം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും,
മാതാപിതാക്കൾ വീട്ടിൽ വെച്ച് അവരെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ നിശാരമ്മയുടെ സഭായോഗത്തിന് അവരവിടെ വരുമ്പോ ഒരു വാക്യം അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഒരാഴ്ച മുഴുവനും പരിശ്രമിച്ച് ഒരു വാക്യം പഠിപ്പിച്ച് ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിന് ഒരുക്കുന്ന സമയത്തും ആ വാക്യം ഒന്നുകൂടെ പറയും. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചാൽ അവരിവിടെ വന്ന് പറയാൻ സാക്ഷ്യത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പും ഈ മാതാപിതാക്കളെ ഭയമുണ്ടെങ്കിൽ അവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ശബ്ദത്തിലല്ലേലും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? മറക്കാതിരിക്കുക എന്ന് പറയുന്നത് മറക്കാതിരിക്കുന്നത് ഓർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവവചനം മറക്കാതിരിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. വായിക്കണം. നമ്മുടെ ആ ഓർമ്മകൾ പുതുക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. എന്റെ ചിന്തകൾക്ക് ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ അവസാനം കുറിക്കുക. വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ 3 മനോഭാവം. വചനപ്രകാരം ജീവിതത്തെ സൂക്ഷിക്കണം. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനത്തെ മറക്കരുത്. നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ നമുക്ക് വചനത്തോടുള്ള ബന്ധത്തിൽ ഈ 3 മനോഭാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല ജീവിതം ചെയ്യുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം.